ഹായ് ഹലോ അപ്പോൾ സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂടിൽ ഇപ്പോൾ പല്ലവിയും സേതുവും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പല്ലവി വീട്ടിലോട്ട് കൊണ്ടുവിടാമെന്ന് സേതു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവിക്ക് വിശപ്പ് വന്നത്. അങ്ങനെ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു നാടൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങിയൊക്കെ വരുവാണ്. എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ സേതുവിന്റെ മനസ്സിൽ തൻ്റെ അമ്മയെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡോടു കൂടി സേതുവിന് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഏകദേശം ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. തൻ്റെ അമ്മയെ തേടി സേതു പോവാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അതുമാത്രമല്ല, പല്ലവിയുടെ മനസ്സിൽ സേതുവിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇഷ്ടം കൂടി വരുവാണ്. ആ ഒരു ഇഷ്ടം കുറച്ചുകൂടി കൂടി പ്രണയമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് സേതുവും പല്ലവി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല്ലവിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സേതുവും പല്ലവിയും കൂടി ഒരു ബെസ്റ്റ് ഫുഡായിട്ടുള്ള ഒരു ഫുഡ് കട എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അത് സേതുവിന് അറിയാവുന്ന സേതുവിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. സേതുവിന്റെ ഒരു ഫ്രണ്ടാണ് അത് നടത്തുന്നത്. ആ ദീദി, ഒരു ഹിന്ദിക്കാരി ദീദിയാണ് ആ ഒരു ഫുഡ് കട നടത്തുന്ന ആള്. അവിടെ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കുകയും ചെയ്യാം, അതിനോടൊപ്പം ലൈവായിട്ട് ഡാൻസ് കളികളും ആസ്വദിക്കാം. അങ്ങനെ ആ ഫുഡ് കടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ലൈവായിട്ട് ഡാൻസ് ആസ്വദിക്കാനും പറ്റും. അങ്ങനെ പല്ലവിയും സേതുവും കൂടി അവിടെ വന്നു, ആസ്വദിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചു. എല്ലാം ശുഭമായിട്ട് നടന്ന് നേരെ പല്ലവിയും സേതുവും കൂടി തിരിച്ചു പോവാണ്. അതിന്റെ ഇടയിൽ ഒരു ഐസ്ക്രീമും കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് പല്ലവിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുകയും അങ്ങനെ സേതു പല്ലവിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ നമുക്കത് കാറിലിരുന്ന് കുടിക്കണ്ട, നമുക്ക് കുറച്ചൊന്ന് നടന്നാലോ, ഈ ഒരു നിലാവത്ത് ഈ ഒരു രാത്രിയിൽ ഇങ്ങനെ ഇതെല്ലാം ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നത് നല്ല ഭംഗിയല്ലേ എന്നൊക്കെ സേതുവിനോട് പറഞ്ഞ് അങ്ങനെ പല്ലവിയും സേതുവും കൂടി അങ്ങോട്ട് നടന്നു പോവാണ്. ഇതിനിടയിൽ ഓരോ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ആസ്വദിക്കുകയും അങ്ങനെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പല്ലവിയോട് സേതു ചോദിക്കുന്നുണ്ട് പല്ലവിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്ന്. എന്നാൽ അത് കുട്ടിക്കാലത്ത് ഒരാളോട് പ്രണയം തോന്നിയിട്ടുണ്ടെന്നും, എന്നാൽ ആ പ്രണയം അത് തോന്നിയ സമയത്ത് തന്നെ തന്റെ അമ്മയുടെയും അച്ഛന്റെ കാര്യങ്ങൾ ഓർത്ത് അത് വേണ്ട എന്ന് ഞാൻ വെച്ചതാണ്. എന്നാൽ സേതുവിനോട് പല്ലവി തിരിച്ച് അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ സേതുവിന്റെ മനസ്സിൽ കയറിക്കൂടി ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ് പല്ലവിയാണ്. എന്നാൽ ഇതുവരെയും ആ പല്ലവിയോട് തന്നെ തന്റെ പ്രണയം തുറന്നു പറയാനായിട്ട് സേതുവിന് സാധിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു കാഴ്ചകളെല്ലാം ആസ്വദിച്ച് തിരിച്ച് പല്ലവിയെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സമയത്ത് പല്ലവിയുടെ അമ്മ ഭയങ്കര ടെൻഷനിലാണ്. പല്ലവിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, ഒന്നത് ഇന്ദ്രന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ നിൽക്കുവാണ്. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ പല്ലവിയുടെ അമ്മയ്ക്ക് ഉണ്ട്. ആ സമയത്താണ് പല്ലവിയുടെ അമ്മ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വരുന്ന ടൈമിൽ സേതു പല്ലവിയെ കൊണ്ടാക്കിയതിന് ശേഷം അങ്ങ് തിരിച്ചുപോയി. പക്ഷേ സേതു കൊണ്ടാക്കുന്നതോ കാണാൻ വരുന്നതോ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അവിടെ രാജലക്ഷ്മിയും ഇന്ദ്രനും സേതുവിന്റെ പേര് പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. പക്ഷേ തനിക്ക് സേതുവിനെ മറക്കാൻ പറ്റത്തില്ല. അത്രത്തോളം എനിക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത്, ഞാൻ തെരുവിൽ നിന്ന സമയത്ത് എനിക്കൊരു താങ്ങും തണലുമായിട്ട് സഹായമായിട്ട് വന്ന ഒരാളാണ് സേതു. ആ സേതുവേട്ടനെ എനിക്ക് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല, ഉപേക്ഷിക്കാനും പറ്റത്തില്ല എന്ന് പല്ലവി തന്റെ അമ്മയുടെ മുഖത്തടിച്ചതുപോലുള്ള ഒരു മറുപടി കൊടുത്തിട്ട് അകത്തോട്ട് കയറിപ്പോയി. ഒരിക്കലും സേതുവിനെയും പല്ലവിയെയും പിരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലായി. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴാണ് പൊന്നുമടം വീട്ടിലോട്ട് സേതു തിരിച്ചു വന്നത്. എന്നാൽ സേതുവിനെയും കാത്ത് പൂർണിമ പുറത്തുണ്ടായിരുന്നു. സേതു വന്നോടനെ തന്നെ ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറിപ്പോയ ശേഷം ഹരിയോട് സംസാരിച്ചതിന് ശേഷം സേതുവോടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് പല്ലവി പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ സേതുവിന്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നത്. ഈ ഒരു ഡയറി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയുടെ അടുത്തേക്ക് എത്താനുള്ള എന്തെങ്കിലും വഴി കിട്ടിയാലോ, അമ്മയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയം പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഡയറി വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് സേതു തയ്യാറാകുമ്പോഴാണ് അവിടെ സാക്ഷാൽ നമ്മുടെ മാധവന്റെ ആത്മാവ് വന്ന് നിൽക്കുന്നത് പോലെ സേതുവിന് തോന്നിയത്. എപ്പോഴും ആ റൂമിൽ തന്റെ അച്ഛന്റെ സാന്നിധ്യം സേതു അറിയുന്നുണ്ട്. തന്റെ അച്ഛൻ തന്നോട് സംസാരിക്കുന്നത് പോലെ, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് തന്നെ സംരക്ഷിക്കുന്നത് പോലെ, പരിപാലിക്കുന്നത് പോലെ സേതുവിന് എപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ തന്നെ മാധവൻ വന്ന് തന്നോട് സംസാരിക്കുന്നത് പോലെ സേതുവിനോട് തോന്നി. ആ ഡയറി മോൻ തുറന്നു നോക്കിയാലും അതിൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. നിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം അതിനകത്ത് എഴുതിയിട്ടില്ല എന്നും
നിന്റെ അമ്മയെ തേടി പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ അമ്മ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല, നിന്റെ കാര്യങ്ങൾ പോലും നോക്കിയിട്ടില്ല. ഞാൻ സ്നേഹിച്ചതുപോലെ നിന്റെ അമ്മ ഒന്നും നിനക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടില്ല. ഞാൻ അത്രത്തോളം നിന്നെ സ്നേഹിച്ചു. പക്ഷെ ആ സ്നേഹം നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. പക്ഷെ നിന്റെ അമ്മയെ തേടി പോകുന്നത് നിനക്ക് നല്ലതല്ല എന്നൊക്കെ അവിടെ മാധവൻ പറയുന്നുണ്ട്. എന്നാൽ താൻ അമ്മയെ തേടി പോകുമെന്നും തനിക്ക് അമ്മയെ കണ്ടേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിലാണ് സേതു. അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരുന്ന് നോക്കുമ്പോൾ തന്നെ മാധവന്റെ ആ ഒരു സാമീപ്യം അവിടെ നിന്ന് നഷ്ടമായി എന്ന് സേതുവിന് മനസ്സിലായി. അവിടെ പിന്നെ മാധവനെ കാണാനില്ല. പക്ഷേ എന്തായിരിക്കും മാധവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും? തന്റെ അമ്മ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? തന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ആരായിരിക്കും തന്റെ അമ്മ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ സേതുവിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയും പൂർണിമ നല്ലൊരാളാണ് എന്ന ബോധം സേതുവിന് വന്നിട്ടില്ല. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. സേതു തന്റെ പ്രണയം തുറന്നു പറയുമ്പോൾ പല്ലവി എന്തായിരിക്കും തിരിച്ചു പറയുക? എന്തായാലും സേതുവിന്റെ അമ്മയെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം, ഈ സേതുവിന്റെ അമ്മ ആരായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു, തന്നെ സ്നേഹിച്ചിട്ടുണ്ടോ, അങ്ങനെ എല്ലാ രഹസ്യങ്ങളും സേതു മനസ്സിലാക്കുമ്പോൾ പൂർണിമയെ തന്റെ അമ്മ തെറ്റുകാരിയാണ് എന്ന് സേതു മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർണിമയെ ചേർത്ത് പിടിക്കാനായിട്ട് സേതു തയ്യാറാകുമോ? പൂർണിമയോട് താൻ ചെയ്ത തെറ്റുകൾ, പൂർണിമയോട് താൻ ഇത്രയും നാള് പറഞ്ഞ ആ ഓരോ വാക്കുകളും സേതുവിനെ കുറ്റബോധപ്പെടുത്തുമോ? അങ്ങനെയാണെങ്കിൽ സേതു പൂർണിമയെ ചേർത്ത് പിടിക്കുമ്പോൾ മാധവന്റെ ആ ഒരു സാമീപ്യം, മാധവൻ വന്ന സമയത്തെല്ലാം മാധവനെ ആട്ടി ഓടിക്കാൻ മാത്രമേ സേതു ശ്രമിച്ചിട്ടുള്ളൂ. എന്നാൽ മാധവന്റെ ആ ഒരു നോവ്, വില സേതു മനസ്സിലാക്കുമോ? ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ.